നേരം വെളുക്കും വരെ മഴയും പെയ്ച്ചിട്ട് രാവിലെ സൂര്യനൊന്ന് ഇളിച്ച് കാണിച്ചപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ഉള്ള തുണിയെല്ലാം കൂടെ കൊണ്ടുവന്ന് വിരിച്ചിട്ടുണ്ടേ. പറഞ്ഞ് തീരേണ്ട താമസം. ഉടനെ തന്നെ അവൻ എന്നെ ചതിച്ചു. മഴയോട് മഴ. ഒരു നിവൃത്തിയില്ലാത്ത മഴ കേട്ടോ. മഴ തോർന്ന് വെയിൽ വന്നതും പിന്നെയും തുണിയൊക്കെ വിരിച്ചതിന് ശേഷം ഞങ്ങൾ അകത്തോട്ട് പോയി കേട്ടോ. ഉച്ചത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. അപ്പോൾ എൻ്റെ അമ്മക്കുട്ടനാണെങ്കിൽ ഇക്കായി ഇടിച്ച് കൂട്ടിയിട്ട് സ്റ്റൈലിൽ ഇരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ സോയാബീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ സോയേനെയൊക്കെ വെള്ളത്തിയിട്ട് കുതിർത്തിട്ട് രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാല, പിന്നെ ഇച്ചിരി തൈര്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം അതിനൊന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ വറുത്ത എണ്ണയിലോട്ട് തന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, സവാളയൊക്കെ കൂടെ ഇട്ട് അങ്ങോട്ട് നല്ലോണം വഴറ്റി അപ്പോൾ നമ്മൾ വറുത്ത് കോരി എടുത്ത നമ്മുടെ സോയാബീൻ ഈ കാണുന്നതാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മസാലയും മുളക് പൊടിയും പിന്നെ ഗ്രാമ്പൂ, പട്ട അങ്ങനെയുള്ള ചില്ലറ ഐറ്റംസ് എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മിക്സിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീനും എടുത്ത് തട്ടിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും വെച്ച് അങ്ങോട്ട് വേവിക്കാൻ വെക്കുക. ഞാൻ ഈ സോയാബീൻ ബിരിയാണി കേട്ടിട്ടുള്ളതല്ല, വെക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ചിക്കൻ ബിരിയാണിയൊക്കെ വെക്കുന്ന ഒരു സ്റ്റൈലിൽ വെച്ച് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്ത് കഴുകി വെച്ചിരുന്ന അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൈര് ഒഴിക്കാൻ മറന്നുപോയി. പിന്നെ തൈര് ഒഴിച്ച് അടച്ച് വെച്ചതാണ് നമ്മുടെ സോയാബീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വെച്ചതായതുകൊണ്ട് തന്നെ കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കഴിച്ചപ്പോഴത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.